Hello friends, welcome back to Unique Dine. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കപ്പോളം പാൽ എടുത്തിട്ടുണ്ട്. അത് 250 ml ന്റെ കപ്പിൽ 2 കപ്പ്, അതായത് 1/2 ലിറ്ററോളം പാൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർക്കുന്നത് ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാരയാണ്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ്. നമുക്ക് കുറച്ച് ഇതിലൊരു സ്പൂൺ പാല് ഒഴിച്ചിട്ട് നന്നായി കട്ടയൊന്നുമില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ ഇപ്പം നമ്മളുടെ ആ ഫുൾ പാലിലേക്ക് ഒഴിച്ചാൽ പിന്നെ അത് മിക്സ് ചെയ്തെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഇത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ കോൺഫ്ലോർ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി നമ്മളുടെ പഞ്ചസാരയൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു പാലൊരിളം ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടാം. ഒരു ജസ്റ്റ് ഒന്ന് ചൂടായി അതിൻ്റെ തണുപ്പ് ആ ഒരു റൂം ടെമ്പറേച്ചർ ഒന്ന് മാറുമല്ലോ. ഒരു ചൂടിലേക്ക് മാറിയ സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയം ആക്കാൻ ശ്രദ്ധിക്കുക. എന്താ അപ്പം തന്നെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ കുറുകാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അല്ലെങ്കിൽ നമുക്കതിൻ്റെ നമ്മളുടെ കോൺഫ്ലവറിൻ്റെ പച്ചമണം ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെയാണത് കുറുക്കിയെടുക്കുന്നതെങ്കിൽ അതിൻ്റെ വേവാൻ വേണ്ടിയിട്ട് സമയം കിട്ടില്ല. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നന്നായി ഇളക്കി തിളച്ച് അത് വേവിച്ചെടുക്കുമ്പം ഈ കോൺഫ്ലവറിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല. നല്ല സൂപ്പർ ഡെസേർട്ടായിരിക്കും. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇതിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് മാറാനും പെട്ടെന്ന് തന്നെ ഇത് തിളക്കുകയും ചെയ്യും. ഇതുപോലെ നന്നായി ബബിൾ വന്നിട്ട് തന്നെ എല്ലാവരും എടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക, ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. അതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന ബോളിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. ഒരു സിംഗിളായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൗളിലേക്കാണെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ക്വാണ്ടിറ്റിയിൽ ഒരു 7 ബൗളിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും 1/2 ലിറ്റർ പാലുകൊണ്ട്. ഞാനൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയർ, അപ്പം ഫസ്റ്റ് ലെയർ നമ്മൾ മിൽക്ക് കൊണ്ടല്ലേ ഉണ്ടാക്കിയതിന് സെക്കൻഡ് ലെയർ ഒരു ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കാം. ഞാനിവിടെ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന മുന്തിരിയില്ലേ, അതൊരു 1/2 കപ്പ് മുന്തിരിയാണ്. അതിലേക്ക് അത് മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കില്ലേ ഇതേപോലെ തിളപ്പിച്ചിട്ട്, അതേപോലെ തന്നെ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മളൊരു സ്പൂൺ കൊണ്ട് നന്നായി അതിൻ്റെ പൾപ്പൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ഉടയും, അത് ഓൾറെഡി വെന്തതാണല്ലോ. അപ്പം നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക ഇതിൻ്റെ ജ്യൂസ്. അപ്പോൾ നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പൾപ്പൊക്കെ
അതുകൊണ്ടാണ് ഈ പൾപ്പൊക്കെ നേരത്തെ നമ്മൾ നന്നായി ഉടച്ചെടുത്തത്. ഇനിയിപ്പോൾ മുന്തിരി തന്നെ വേണമെന്നില്ല കേട്ടോ, അനാറുകൊണ്ട് ഉണ്ടാക്കാം, പൈനാപ്പിൾ, നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കാം. ജസ്റ്റ് ഒന്ന് ജ്യൂസ് ആക്കാനുള്ള ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു 1 കപ്പും അതിൻ്റെ കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ, ഓൾമോസ്റ്റ് ഒരു 1/4 കപ്പ്, 1.25 കപ്പോളം കിട്ടിയിട്ടുണ്ട് ജ്യൂസ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ, ഒരു 1-1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്തിട്ടില്ല. ഇപ്പം ജസ്റ്റ് ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് നമ്മളുടെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക ചെയ്തത്. അപ്പം മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുറച്ചല്ലേ ഉള്ളൂ നമ്മുടെ മുന്തിരി ജ്യൂസ്, അപ്പം പെട്ടെന്ന് മിക്സായി കിട്ടും. അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. കട്ടകളൊക്കെ ഉടഞ്ഞെന്ന് ഉറപ്പായതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതേപോലെ തന്നെ നേരത്തെ ചെയ്തത് അതേ പ്രൊസീജിയർ തന്നെ, നന്നായി കൈവിടാതെ ഇളക്കി ഇതേപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കോൺഫ്ലോറിൻ്റെ പച്ചമണവും ഒക്കെ മാറിയിട്ട് നല്ലൊരു ടെക്സ്ചറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു ഹാഫ് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ബേസ് തയ്യാറാക്കിയത് മിൽക്ക് കൊണ്ട്. അപ്പോൾ അതൊന്ന് പുറത്തെടുത്തിട്ട് ഒരു ഇളം ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഓരോ സ്പൂൺ വീതം നന്നായി ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് തികയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം എല്ലാത്തിലും ഇതേപോലെ ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് തികഞ്ഞില്ലെങ്കിൽ കൂടിയും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പാത്രം നമ്മളുടെ ബൗളൊന്ന് ചെരിച്ചു കൊടുത്താൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയി കിട്ടുമല്ലോ. ഇപ്പം താഴത്തെ നമ്മളുടെ മിൽക്കിൻ്റെ സംഭവം സെറ്റായത് കാരണം നമുക്കിത് ഇനി അങ്ങനെ പൊട്ടിപ്പോവാനോ ഒന്നും ചാൻസ് ഇല്ല. അപ്പം ജസ്റ്റ് നമുക്ക് തികയില്ലെന്ന് തോന്നിയാൽ ഇതൊന്ന് ചെരിച്ചു കൊടുക്കാം. അപ്പം ആദ്യം എല്ലാത്തിൻ്റെയും മേൽക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഈ ഒരു അളവിൽ ഞാൻ നേരത്തെ ഞാൻ 1.25 കപ്പ് ഇതിലാണല്ലോ ആക്കി. അപ്പോൾ നമ്മളുടെ 7 ബൗളിൽ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാനൊരു റിസ്ക് എടുക്കണ്ടെന്നുള്ള രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മളിതിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ നല്ല അടിപൊളി നമ്മൾ പുഡിങ്ങിൻ്റെ അതേ ടെക്സ്ചറിൽ വരുന്നൊരു സൂപ്പർ ഡെസേർട്ടാണ്. അപ്പം നല്ല ടേസ്റ്റിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ടും. ഇതിപ്പോൾ നമ്മളുടെ സംഭവം ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 1 മണിക്കൂറും കൂടി 1.5 മണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ എന്തെങ്കിലും വെച്ച് ടോപ്പിംഗ് ചെയ്തെടുത്താൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും വെച്ച് ടോപ്പിംഗ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, നല്ല സൂപ്പർ ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. അപ്പം ആരെങ്കിലും ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നമുക്കൊന്നും വേണ്ടല്ലോ, ജലാറ്റിനോ ഒന്നും വേണ്ടല്ലോ. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ ഉള്ളതാണ് എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.